ആധുനിക സൗദിയുടെയും അതിന്റെ എല്ലാമെല്ലാമായ സൗദ് രാജകുടുംബത്തിന്റെയും ആരംഭം 280 വർഷം മുമ്പാണുണ്ടായത്. കൃത്യമായി എ.ഡി. 1744-ൽ മധ്യ അറേബ്യയിലെ ഒരു അപ്രധാന നാട്ടുരാജ്യം മാത്രമായിരുന്ന ദിരിയ പട്ടണത്തിന്റെ അമീറായ മുഹമ്മദ് ഇബ്നു സൗദും നജ്ദിൽ നിന്നുള്ള തീവ്ര യാഥാസ്ഥിതിക മതപണ്ഡിതനായ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബും തമ്മിൽ 1744-ൽ നടന്ന ഒരു ചരിത്ര സംഗമത്തിലാണ് അധികാരവും മതവും ഇഴചേർന്ന സൗദ് രാജകുടുംബത്തിന്റെ സൃഷ്ടിയുണ്ടാകുന്നത്. അതോടൊപ്പം ഇന്ന് നാം അറിയുന്ന സൗദി അറേബ്യയുടെയും. 18-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ഉപദ്വീപ് അക്കാലം പ്രാദേശിക യുദ്ധപ്രഭുക്കന്മാർ നയിക്കുന്ന ഗോത്രയുദ്ധങ്ങളാൽ മുഖരിതമായിരുന്നു. മരുപ്പച്ചകൾക്കിടയിൽ ശിഥിലവും രാഷ്ട്രീയമായി അസ്ഥിരവുമായ ഒരു ജനവിഭാഗം അവിടെ വസിച്ചു. ഒരു കേന്ദ്രീകൃത ഭരണത്തിനോ ഏകീകൃത ഭരണകൂടത്തിനോ നിലനിൽപ്പില്ലായിരുന്നു. രാഷ്ട്രീയ അധികാരം ഛിന്നഭിന്നമാണ്. മതപരമായ ആചാരങ്ങൾ ഏതാണ്ട് വിഗ്രഹാരാധനയോളം എത്തുന്ന തരത്തിൽ സമ്മിശ്രവും യാഥാസ്ഥിതിക സുന്നി ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചതുമാണ്. അക്കാലത്തെ അറേബ്യൻ സാമൂഹിക ഘടന ഗോത്രപരമായ സ്വയംഭരണത്തിലും പരമ്പരാഗതമായ ആചാരങ്ങളിലും അടിയുറച്ചതായിരുന്നു. ആദ്യം പറഞ്ഞ ദിരിയയിലെ അമീറായിരുന്ന മുഹമ്മദ് ഇബ്നു അൽ സൗദിലേക്ക് തിരിച്ചുവരാം. ബനു ഹനീഫ ഗോത്രത്തിൽ നിന്നുള്ള മുഹമ്മദ് അൽ സൗദിന്റെ കുടുംബം തന്റെ നാട്ടുരാജ്യത്തിനപ്പുറം അറിയപ്പെട്ടിരുന്നില്ല. മധ്യ അറേബ്യയിലെ നജ്ദിന്റെ ഹൃദയഭാഗത്തുള്ള തന്ത്രപ്രധാനമായ ഒരു ചെറിയ പ്രദേശമായിരുന്നു ദിരിയ. 5000-ൽ താഴെ മാത്രം ജനസംഖ്യ. ഈന്തപ്പന മാത്രമായിരുന്നു അക്കാലം ദിരിയയുടെ ഒരേ ഒരു സാമ്പത്തിക സ്രോതസ്. തന്റെ നാട്ടുരാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച് കിഴക്കുമായും പടിഞ്ഞാറുമായും വ്യാപാരം ശക്തിപ്പെടുത്താൻ മുഹമ്മദ് അൽ സൗദിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വിഭവങ്ങൾ പരിമിതമാണ്. സൈന്യം എന്ന പേരിൽ ചെറിയൊരു കൂലിപ്പട്ടാളം മാത്രമാണുള്ളത്. ആവശ്യത്തിന് പണമോ പിന്തുണ നൽകാനുള്ള സഖ്യങ്ങളോ ഇല്ല. ജനങ്ങൾ ദരിദ്രരാണ്. അതുകൊണ്ട് തന്നെ സൈനിക നീക്കത്തിലൂടെ നാട്ടുരാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള തന്റെ സ്വപ്നങ്ങൾ തൽക്കാലത്തേക്കടക്കി കൂടുതൽ മികച്ച ആയുധങ്ങൾക്കും അവസരങ്ങൾക്കുമായി മുഹമ്മദ് അൽ സൗദ് കാത്തിരുന്നു. മുഹമ്മദിനെ പോലെ അക്കാലത്തെ എല്ലാ നാട്ടുരാജാക്കന്മാർക്കും അറേബ്യ അടക്കി ഭരിക്കാനുള്ള മോഹമുണ്ട്. എന്നാൽ ആർക്കും അതത്ര എളുപ്പമല്ല. അറേബ്യ വളരെ വിശാലമാണെന്നും അത് ഭരിക്കാൻ ചെറിയ സ്വാധീന ശക്തിയൊന്നും പോരെന്നും എല്ലാവർക്കും അറിയാം. അറേബ്യയെ ഏകീകരിക്കാൻ ഇസ്ലാം മാത്രം മതിയെന്നും അവർക്കറിയാം. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അറേബ്യയിൽ അക്കാലം 1000 ഗോത്രങ്ങൾക്ക് 1000 തരം ഇസ്ലാമാണ്. അവരെ ഒന്നിപ്പിക്കൽ ഒരു വലിയ സൈനിക നീക്കത്തെക്കാൾ ദുഷ്കരമാണ്. വലിയ സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന മുഹമ്മദ് അൽ സൗദിന് അങ്ങനെയിരിക്കെയാണ് തന്റെ ആവശ്യങ്ങൾക്കുതകുന്ന പോലെ ഒരു മനുഷ്യനെ കൂട്ടാളിയായി കിട്ടുന്നത്. അറേബ്യ എമ്പാടും അറിയപ്പെട്ടിരുന്ന മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന മതപ്രഭാഷകനെ. 1703-ൽ നജ്ദ് പ്രദേശത്തിലെ അൽ ഉയൈന പട്ടണത്തിൽ ജനിച്ച മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇസ്ലാമിക നിയമത്തിലും ദൈവശാസ്ത്രത്തിലും പരിശീലനം നേടിയ പണ്ഡിതനായിരുന്നു. വളരെ ചെറുപ്പത്തിലെ മതം പഠിച്ച് മക്കയിലും മദീനയിലും ബസ്രയിലും ദമാസ്കസിലുമെല്ലാം സഞ്ചരിച്ച് പ്രഭാഷണ പരമ്പരകൾ നടത്തിയിരുന്ന വ്യക്തി. ഈ യാത്രകൾക്കിടയിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. അറേബ്യയിൽ അന്ന് പ്രചാരത്തിലുള്ളത് പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമല്ല. പ്രവാചകൻ മുഹമ്മദും മുൻഗാമികളായ സലഫികളും പ്രാവർത്തികമാക്കിയ ഇസ്ലാമിന്റെ പ്രാഥമിക പാഠങ്ങളിൽ നിന്ന് പോലും 18-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ഇസ്ലാം അകന്നുപോയെന്ന് അദ്ദേഹം തന്റെ എല്ലാ വേദികളിലും വിമർശിച്ചു. പരിഷ്കരണത്തിനു വേണ്ടി വാദിച്ചു. ഇസ്ലാമിനു വേണ്ടി എന്ന പേരിൽ ബഹുദൈവാരാധന പ്രോത്സാഹിപ്പിക്കാൻ ക്ഷേത്രങ്ങൾ പോലെ പണിതീർക്കുന്ന ബിദ്അകൾ, ശിർക്ക് എന്ന ബഹുദൈവാരാധന, വിശുദ്ധന്മാരുടെയും ശവകുടീരങ്ങളുടെയും തിരുശേഷിപ്പുകളുടെയും ആരാധന എന്നിവ വ്യാപകമായതിനെക്കുറിച്ച് അദ്ദേഹം ബോധവൽക്കരണം നടത്തി. അന്ധവിശ്വാസപരമായ ആചാരങ്ങൾ സ്വീകരിച്ച് ഇസ്ലാമിന്റെ ശുദ്ധമായ ഏകദൈവാരാധനയായ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് മുസ്ലിങ്ങൾ ആത്മീയമായി അധപ്പതിച്ചുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, എല്ലാത്തരം വിഗ്രഹാരാധനയും നിരസിക്കുക, ശരീഅത്ത് കർശനമായി നടപ്പാക്കുക എന്നിവ ഉൾപ്പെടെ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങണമെന്നാണ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പ്രഭാഷണങ്ങൾ ഊന്നിപ്പറഞ്ഞത്. ഇതൊക്കെയായിരുന്നെങ്കിലും ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരിക്കും അബ്ദുൽ വഹാബിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഇയാൾ തങ്ങളുടെ ഗോത്രങ്ങളിൽ വിഭജനമുണ്ടാക്കുമെന്നും അധികാരത്തിന് ഭീഷണിയാകുമെന്നും വിലയിരുത്തിയ അവർ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ വിലക്കി. ബസാറുകളിൽ നിന്ന് അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നതുവരെ ഉണ്ടായിട്ടുണ്ട്. അൽ ഉയൈനയിലെ അമീറിന്റെ പിന്തുണ ആദ്യഘട്ടത്തിൽ അബ്ദുൽ വഹാബിനുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിൽ ഭയന്ന് അവിടെ നിന്നും നാടുകടത്തി. പോകാനൊരിടമില്ലാതെ മരുഭൂമിയിൽ അലഞ്ഞ അബ്ദുൽ വഹാബ് ദിരിയയിലെ മരുപ്പച്ചയിലേക്കാണ് എത്തിയത്. അങ്ങനെ 1744-ൽ മുഹമ്മദ് ഇബ്നു സൗദും മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നു. മതവും രാഷ്ട്രീയവും ചേരുന്ന അധികാര രാഷ്ട്രീയത്തിന്റെ 2.5 നൂറ്റാണ്ട് നീളുന്നൊരു പ്രക്രിയയ്ക്കാണ് ആ കൂടിക്കാഴ്ച തുടക്കമിട്ടത്. ഇബ്നു സൗദിന് തന്റെ ഭരണം വ്യാപിപ്പിക്കുന്നതിനും നിയമസാധുത നൽകുന്നതിനും ശക്തമായൊരു പ്രത്യയശാസ്ത്ര ചട്ടക്കൂട് ആവശ്യമായിരുന്നു. ഇബ്നു അബ്ദുൽ വഹാബിന് തന്റെ മതപരമായ ദൗത്യം പ്രചരിപ്പിക്കുന്നതിന് ഒരു രാഷ്ട്രീയ സൈനിക സംരക്ഷകൻ ആവശ്യമായിരുന്നു. അങ്ങനെ അവരൊരു ഉടമ്പടിയിൽ എത്തിച്ചേർന്നു. അബ്ദുൽ വഹാബിന്റെ മതപരമായ ദൗത്യങ്ങളെ അറേബ്യയിലെമ്പാടും പിന്തുണയ്ക്കാമെന്ന് ഇബ്നു സൗദ് പ്രതിജ്ഞ ചെയ്തു. അതേസമയം ഇബ്നു സൗദിന്റെ രാഷ്ട്രീയ അധികാരത്തിന് മതപരമായ സാധുത നൽകാമെന്ന് ഇബ്നു അബ്ദുൽ വഹാബും വാഗ്ദാനം ചെയ്തു. വാളും പ്രഭാഷണവും തമ്മിലുള്ള ഈ സഖ്യം, രാഷ്ട്രവും മതവും തമ്മിലുള്ള ഈ ബന്ധം ആദ്യത്തെ സൗദി വഹാബി രാഷ്ട്രത്തിന് അടിത്തറയിട്ടു.
ഉടമ്പടിയുടെ ഭാഗമായി ദിരിയയിൽ ഒരു പ്രത്യേക മതസമൂഹം സ്ഥാപിക്കാൻ അബ്ദുൽ വഹാബിന് അനുവാദം ലഭിച്ചു. അവിടെ അദ്ദേഹം തന്റെ കർശനമായ ദർശനത്തിനനുസരിച്ച് മതപ്രസംഗങ്ങൾ നടത്താനും പഠിപ്പിക്കാനും ഇസ്ലാമിക പരിഷ്കാരങ്ങൾ നടപ്പാക്കാനും തുടങ്ങി. മതകോടതികൾ സ്ഥാപിക്കപ്പെട്ടു. പ്രാദേശിക ആരാധനാലയങ്ങളും ശവകുടീരങ്ങളും നശിപ്പിക്കപ്പെട്ടു. ഇസ്ലാമിക ആചാരങ്ങൾ കർശനമായ ഏകദൈവാരാധനയിലേക്ക് മാറ്റിയെടുത്തു. ഇബ്നു ഇതിനെല്ലാം അനുവാദം കൊടുത്തു. അറേബ്യ മാറണമെങ്കിൽ ദിരിയ ആദ്യം മാറണമായിരുന്നു. ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പിന്തുണയോടെ ഒരു ഏകീകൃത മതരാഷ്ട്രീയ അധികാരത്തിന് കീഴിൽ അറേബ്യയിലെ ഗോത്രങ്ങളെയും പ്രദേശങ്ങളെയും ഒരുമിപ്പിക്കാൻ ഇബ്നു സൗദ് സൈനിക നീക്കങ്ങൾ ആരംഭിച്ചു. തന്റെ പക്കൽ ആകെയുള്ള സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു. വാളല്ല, ഇസ്ലാം എന്ന ഏക പ്രത്യയശാസ്ത്രമാണ് തന്റെ പക്കലുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് ഇബ്നു സൗദിന് അറിയാമായിരുന്നു. ഇബ്നു സൗദ് ആദ്യം ലക്ഷ്യമിട്ടത് നജ്ദിലെ അയൽപട്ടണങ്ങളും ഗോത്രങ്ങളുമാണ്. ഇബ്നു സൗദിന്റെ സൈന്യം പുതിയ പ്രദേശങ്ങൾ കീഴടക്കിയപ്പോൾ അവിടെ മതപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വഹാബി പ്രഭാഷകരെ അയച്ചു. പരിവർത്തനം ചെയ്തവർക്ക് പ്രതിഫലം നൽകി. എതിർത്തവരെ ശിക്ഷിക്കുകയോ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയോ ചെയ്തു. അബ്ദുൽ വഹാബിന്റെ പ്രഭാഷണങ്ങൾ സൈനികർക്ക് ആത്മവീര്യം നൽകി. താൻ വിചാരിച്ചതിനേക്കാൾ എളുപ്പമാണ് കാര്യങ്ങളെന്ന് ഇബ്നു സൗദിന് തോന്നാൻ തുടങ്ങി. അടുത്ത കുറച്ച് ദശാബ്ദങ്ങളിൽ സൗദ് വഹാബി സഖ്യം ഗണ്യമായി വികസിച്ചു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ റിയാദ്, അൽഹസ, ഖസീം എന്നിവയ്ക്ക് പുറമെ ഹിജാസ്, അസീർ എന്നീ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ മധ്യ അറേബ്യയുടെ വലിയൊരു ഭാഗം ഇബ്നു സൗദ് കൈവശപ്പെടുത്തി. കയ്യിൽ വന്ന പ്രദേശങ്ങളെല്ലാം ചേർത്ത് സൗദി എന്ന് നാമകരണം നടത്തി ദിരിയ തലസ്ഥാനമാക്കിയ ഒരു രാജ്യമായി പ്രഖ്യാപിച്ചു. അറേബ്യയിലെ ഒരു പിന്നോക്ക നാട്ടുരാജ്യത്തിന്റെ തലവൻ തങ്ങളാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ പോരാളികൾ എന്നവകാശപ്പെട്ട് മരുഭൂമി മുഴുവൻ കീഴടക്കുന്നത് മറ്റൊരു കൂട്ടർ ചാരന്മാരെ അയച്ച് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അക്കാലം മുസ്ലിം ലോകത്തിന്റെ ഭൂരിഭാഗവും ഭരിച്ചിരുന്ന ഓട്ടോമൻ സാമ്രാജ്യം. മക്ക, മദീന പോലുള്ള പുണ്യനഗരങ്ങളും അക്കാലത്ത് ഓട്ടോമൻ ഭരണത്തിന് കീഴിലായിരുന്നു. വഹാബികളുടെ മുന്നേറ്റം അപകടകരമായ രാഷ്ട്രീയ കലാപമായിട്ടാണ് ഓട്ടോമൻ ഭരണാധികാരികൾ കണ്ടത്. വേണ്ട സമയത്ത് കൃത്യമായി ഇടപെടണമെന്ന് ഓട്ടോമൻ സുൽത്താൻ സലീം മൂന്നാമൻ മനസ്സിലുറപ്പിച്ചു. ആദ്യ സൗദി രാഷ്ട്രത്തിന്റെ ഏറ്റവും കുപ്രസിദ്ധമായ അധ്യായങ്ങളിലൊന്ന് 1802 കർബലയിൽ നടത്തിയ ആക്രമണമായിരുന്നു. മുഹമ്മദ് ഇബ്നു സൗദിന്റെ മകനായ അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് സൗദി വഹാബി സേനകൾ ഇന്നത്തെ ഇറാഖിലെ ഷിയ പുണ്യനഗരമായ കർബല ആക്രമിച്ചത്. ആ സമയത്ത് കർബല ദുർബലമായിക്കൊണ്ടിരുന്ന ഓട്ടോമൻ പ്രവിശ്യയായ ബാഗ്ദാദിന്റെ ഭാഗമായിരുന്നു. വിദൂര മരുഭൂമി പ്രദേശങ്ങളിൽ ഓട്ടോമന്മാർക്ക് കാര്യമായ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ഒരു വലിയ ആക്രമണത്തിന് അവർ തയ്യാറായിരുന്നുമില്ല. ആയിരക്കണക്കിന് വരുന്ന സൗദി വഹാബി സൈന്യം സൈനിക കൃത്യതയോടെയും മതപരമായ തീക്ഷ്ണതയോടും കൂടി കർബലയിലേക്ക് ഇരച്ചുകയറി. ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ പറയുന്നത് പ്രകാരം 1802 ഏപ്രിൽ 21-നാണ് ആക്രമണം നടന്നത്. ഷിയാക്കളുടെ ആത്മീയ ആചാര്യനായ ഇമാം ഹുസൈന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഷിയ തീർത്ഥാടകരെ കൊണ്ട് നഗരം തിങ്ങി നിറഞ്ഞിരുന്ന സമയത്തായിരുന്നു അത്. ആക്രമണം ക്രൂരവും വേഗത്തിലുമായിരുന്നു. സൗദി സൈന്യം നഗരമതിലുകൾ തകർത്ത് വീടുകളും ചന്തകളും കൊള്ളയടിച്ചു. ഇമാം ഹുസൈന്റെ ശവകുടീരത്തെ അപമാനിച്ചു. ശവകുടീരം കൊള്ളയടിച്ചു. ആയിരക്കണക്കിന് സാധാരണക്കാരും തീർത്ഥാടകരും കൊല്ലപ്പെട്ടു. പള്ളികൾ നശിപ്പിക്കപ്പെടുകയോ വികൃതമാക്കുകയോ ചെയ്തു. പുണ്യവസ്തുക്കൾ യുദ്ധമുതലായി സൗദി തലസ്ഥാനമായ ദിരിയയിലേക്ക് കൊണ്ടുപോയി. ഇത് മുസ്ലിം ലോകത്ത് വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു. സുന്നി വഹാബികളും ഷിയ സമുദായങ്ങളും തമ്മിലുള്ള വിഭാഗീയ സംഘർഷങ്ങൾ ആളിക്കത്തി. ആദ്യ സൗദി രാഷ്ട്രത്തിന് തിരിച്ചടികളും അതിനനുസരിച്ച് ലഭിച്ചു. 1803 സൗദി രാജ്യത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് ഇബ്നു അൽ സൗദ് വധിക്കപ്പെട്ടു. കർബലയിൽ സംഭവിച്ചതിന് പ്രതികാരമായി ഒരു ഷിയ പോരാളിയാണ് അദ്ദേഹത്തെ വധിച്ചത്. മകൻ സൗദ് ബിൻ ഇബ്നു അബ്ദുൽ അസീസ് പുതിയ നേതാവായി. അവർ ഹിജാസിലേക്ക് പടയോട്ടം തുടങ്ങി. അക്കാലത്ത് മെക്കയും മദീനയും ഓട്ടോമൻ സാമ്രാജ്യത്തിനു വേണ്ടി ഭരിച്ചിരുന്നത് തുർക്കിയിൽ നിന്നും നിയമിച്ച ഈജിപ്ഷ്യൻ ഷെരീഫുമാരായിരുന്നു. 1803 മുതൽ 1805 വരെ നടത്തിയ ദീർഘ പോരാട്ടങ്ങൾക്കൊടുവിൽ സൗദികൾ മക്കയുടെയും മദീനയുടെയും നിയന്ത്രണം പിടിച്ചെടുത്തു. ഇതാദ്യമായി ഇസ്ലാമിക പുണ്യസ്ഥലങ്ങളുടെ സംരക്ഷണം ഓട്ടോമന്മാർക്ക് നഷ്ടപ്പെട്ടു. വിവാദ മതസിദ്ധാന്തത്തിൽ വേരൂന്നിയ ഒരു ഗോത്രശക്തിയുടെ കൈകളിലേക്ക് അതെത്തിപ്പെട്ടു. ഹിജാസ് കൈവശപ്പെടുത്തിയത് മുസ്ലിം ലോകത്തെ ഞെട്ടിച്ചു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി ഓട്ടോമൻ ഖിലാഫത്തിന് പുണ്യസ്ഥലങ്ങളിൽ നേരിട്ടുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. സൗദി വഹാബികൾ പ്രവാചകന്റെ ജന്മദിനമായ മൗലിദ് ആഘോഷിക്കുന്നതും ശവകുടീരങ്ങൾ അലങ്കരിക്കുന്നതും പ്രാർത്ഥനയുമടക്കം ഇസ്ലാമിക വിരുദ്ധമെന്ന് കരുതുന്ന പരമ്പരാഗത ഇസ്ലാമിക ആചാരങ്ങളെല്ലാം നിരോധിച്ചു. മദീനയിലുള്ള പ്രവാചകൻ മുഹമ്മദിന്റെ ശവകുടീരം നശിപ്പിക്കപ്പെട്ടില്ലെങ്കിലും വഹാബി ആശയങ്ങൾക്ക് അനുസൃതമായി അലങ്കാരങ്ങളെല്ലാം ഒഴിവാക്കി. പുണ്യനഗരങ്ങളുടെ സംരക്ഷകനായി സ്വയം കണ്ടിരുന്ന ഓട്ടോമൻ സുൽത്താന് സൗദികൾ ഹിജാസ് കൈവശപ്പെടുത്തിയത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. സൗദി രാഷ്ട്രത്തെ തകർക്കാനും ഹിജാസ് തിരിച്ചുപിടിക്കാനും ഈജിപ്തിലെ തന്റെ ശക്തനായ പ്രതിനിധിയായിരുന്ന മുഹമ്മദ് അലി പാഷയെ ഓട്ടോമൻ സുൽത്താൻ ചുമതലപ്പെടുത്തി. 1811 മുതൽ മുഹമ്മദ് അലി തന്റെ മകൻ ഇബ്രാഹിം പാഷയുടെ നേതൃത്വത്തിൽ ഹിജാസ് തിരിച്ചുപിടിക്കാനും ദിരിയയിലെ സൗദി കോട്ട നശിപ്പിക്കാനും സൈനിക മുന്നേറ്റങ്ങൾ നടത്തി. നിരവധി വർഷത്തെ ക്രൂരമായ യുദ്ധത്തിന് ശേഷം ഈജിപ്തിലെ ഓട്ടോമൻ സൈന്യം സൗദി സൈന്യത്തെ മെക്കയിൽ നിന്നും മെദീനയിൽ നിന്നും ഹിജാസിൽ നിന്നും തുരത്തി.
1818 നീണ്ട ഉപരോധത്തിന് ശേഷം ദിരിയെ പിടിച്ചെടുത്തു. ഭരണം നടത്തിയിരുന്ന സൗദി അമീർ അബ്ദുള്ള ഇബ്നു സൗദിനെ തടവിലാക്കുകയും പിന്നീട് ഇസ്താംബൂളിൽ വെച്ച് വധിക്കുകയും ചെയ്തു. ആദ്യത്തെ സൗദി രാഷ്ട്രം തകർന്നു. അറേബ്യ പിടിച്ചടക്കാനിറങ്ങിയ ഇബ്നു സൗദിന് തന്റെ ചെറിയ നാട്ടുരാജ്യം പോലും നഷ്ടപ്പെട്ടു. അറേബ്യ വീണ്ടും ഒട്ടോമൻ നിയന്ത്രണത്തിലേക്ക് തിരികെ പോയി. സൈനികമായി പരാജയപ്പെട്ടെങ്കിലും ആദ്യത്തെ സൗദി രാഷ്ട്രം അവശേഷിപ്പിച്ച വിശ്വാസ തീവ്രത അവിടെ വിട്ടു പോയിരുന്നില്ല. വിശ്വസ്തരായ ഉലമാക്കളും അൽ സൗദിന്റെ അവശേഷിക്കുന്ന കേഡറ്റുകളും നജ്ദിൽ വഹാബിസത്തെ നിലനിർത്തി. എന്നാൽ സൗദ് കുടുംബം പൂർണ്ണമായും തകർന്നിരുന്നു. കുടുംബം ചിതറിപ്പോയി. പലരും അറേബ്യയിലെ പലയിടത്തായി വധിക്കപ്പെട്ടു. ഒട്ടോമൻകാർ മരുപ്പച്ചകൾ തോറും നടന്ന് ആ കുടുംബത്തിലെ അവസാന അംഗത്തെയും വേട്ടയാടി. എന്നാൽ കനലുകളെല്ലാം കെട്ടടങ്ങിയിരുന്നില്ല. AD 1820 ആയപ്പോഴേക്കും ഒട്ടോമൻകാരോടുള്ള അതൃപ്തി അറേബ്യ എമ്പാടും പരന്നിരുന്നു. ഒട്ടോമൻ സാമ്രാജ്യം തന്നെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. വർദ്ധിച്ച ചുങ്കങ്ങളും വധശിക്ഷകളും നാട്ടുരാജ്യങ്ങളെ ശിഥിലമാക്കി. വ്യാപാരം തകർന്നു. ഒരു ബദൽ അറേബ്യയിൽ അക്കാലത്തുണ്ടായിരുന്നില്ല. എന്നാൽ വഹാബിസം അവിടെ തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ പേർ വഹാബിസത്തിലേക്ക് ആകൃഷ്ടരാകാൻ തുടങ്ങി. ആദ്യ സൗദ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള അറബി നാടോടിപ്പാട്ടുകൾ രചിക്കപ്പെട്ടു. എല്ലാവരും അതിനിടയ്ക്ക് മറന്നുപോയ സൗദ് കുടുംബത്തിന്റെ അവശേഷിച്ച വേരുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറേബ്യ തിരയാൻ തുടങ്ങി. ഒരാൾ അവശേഷിച്ചിരുന്നു. ആദ്യ സൗദ് രാഷ്ട്രത്തിന്റെ സ്ഥാപകനായിരുന്ന മുഹമ്മദ് ബിൻ സൗദിന്റെ പേരക്കുട്ടിയായ തുർക്കി ബിൻ അബ്ദുള്ള ബിൻ മുഹമ്മദ്, അബ്ദുൽ അസീസ് അൽ സൗദിന്റെ മകൻ. അറേബ്യയിൽ തങ്ങളുടെ നശിച്ചുപോയ കുടുംബത്തിന് അനുകൂലമായ തരംഗം ഉണ്ടായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ തുർക്കി ഇബിൻ മുഹമ്മദ് ആളെക്കൂട്ടാൻ തുടങ്ങി. സഖ്യത്തിന് സാധ്യതയുള്ള നാട്ടുരാജ്യങ്ങളെയെല്ലാം ദൂതന്മാർ വഴി രഹസ്യമായി ബന്ധപ്പെട്ടു. മരുപ്പച്ചകളിൽ ചെറിയ ബറ്റാലിയനുകൾ രൂപപ്പെട്ടു. ആയുധങ്ങൾ സംഭരിച്ചു. അൽ ദലാം, അൽ മൻഫൂഹ തുടങ്ങിയ ഔട്ട്പോസ്റ്റുകളിൽ നിന്ന് പ്രവർത്തിച്ച് അദ്ദേഹം പതിയെ പിന്തുണ സമാഹരിച്ചു. ഈജിപ്ഷ്യൻ സൈനികർക്കെതിരെ പലപ്പോഴും ഒളിപ്പോരുകൾ നടത്തി. ഒടുവിൽ അതിനുള്ള സമയമായി. 1824 തുർക്കി ഇബിൻ അബ്ദുള്ള ഇബിൻ മുഹമ്മദ് നജിദിന്റെ ഹൃദയഭാഗത്തുള്ള പുരാതന കോട്ടയായ റിയാദിലേക്ക് പടയോട്ടം ആരംഭിച്ചു. അധികം വൈകാതെ റിയാദ് പിടിച്ചെടുത്ത് തുർക്കി ബിൻ സൗദ് രണ്ടാം സൗദി രാഷ്ട്രം സ്ഥാപിച്ചു. റിയാദിനെ പുതിയ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. ഒന്നാം സൗദി രാഷ്ട്രത്തിന്റെ ശൈലിയിൽ രാജ്യം വിസ്തൃതി കൂട്ടുന്നതിന് പകരം തുർക്കി ബിൻ സൗദ് രണ്ടാം സൗദിയെ സ്ഥിരപ്പെടുത്താനാണ് ശ്രമിച്ചത്. അദ്ദേഹം അഡ്മിനിസ്ട്രേഷൻ ഓർഡർ പുനഃസ്ഥാപിക്കുകയും ഇസ്ലാമിക കോടതികൾ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. ഇത് സൗദി കുടുംബത്തെ വിഭജിച്ചു. കൂടുതൽ സൈനിക നീക്കം നടത്തി അറേബ്യ പിടിക്കണമെന്നൊരു വിഭാഗവും നിൽക്കുന്നിടത്തു നിന്ന് ഉറച്ചു ശക്തിപ്പെടണമെന്ന് തുർക്കി ബിൻ സൗദിനെ അനുകൂലിക്കുന്നവരും വാദിച്ചു. തർക്കങ്ങൾ രൂക്ഷമായി. അതിന്റെ അന്ത്യഫലമെന്നോണം 1834 തുർക്കി ബിൻ സൗദ് സ്വന്തം കുടുംബാംഗത്താൽ തന്നെ വധിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മകനായ മിഷാരി ബിൻ അബ്ദുൾ റഹ്മാനാണ് തുർക്കി ബിൻ സൗദിനെ വധിച്ച് ഭരണാധികാരിയായി സ്വയം അവരോധിച്ചത്. കുടുംബത്തിലെ വിമതർ അധികാരം സ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും തുർക്കിയുടെ മകനായ ഫൈസൽ ബിൻ തുർക്കി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വലിയ പടയുമായി എത്തി അച്ഛന്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്തു. അദ്ദേഹം റിയാദ് തിരിച്ചുപിടിക്കുകയും മിഷാരിയെ വധിക്കുകയും ചെയ്തു. അൽ സൗദ് കുടുംബത്തിലെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായിരുന്ന ഫൈസൽ ബിൻ തുർക്കി തന്റെ പിതാവിന്റെ ദൗത്യം കൂടുതൽ ഊർജ്ജസ്വലമായി തുടർന്നു. കുടുംബത്തിലെ പുഴുക്കുത്തുകളെ കൂട്ടത്തോടെ വധിച്ചു. അറേബ്യൻ ഉപദ്വീപിന്റെ വിശാലമായ പ്രദേശങ്ങളിലേക്ക് സൗദി അധികാരം വ്യാപിപ്പിക്കാനും ഫൈസൽ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യ ഭരണകാലത്ത് ഖാസിം, ഹസ, തെക്കൻ നജിദിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വഹാബി അധികാരം പുനഃസ്ഥാപിച്ചു. ഗോത്രത്തലവന്മാരുടെ വിശ്വസ്തത അദ്ദേഹം നേടിയെടുത്തു. ഇതെല്ലാം കണ്ട് ഓട്ടോമൻകാർ അടങ്ങിയിരിക്കുകയായിരുന്നില്ല. ഒന്നാം സൗദി രാഷ്ട്രത്തെ തകർത്തെറിഞ്ഞ ഈജിപ്തിലെ ഓട്ടോമൻ വൈസ്രോയി മുഹമ്മദ് അലി പാഷ 1838 മധ്യ അറേബ്യയിലേക്ക് പുതിയ സൈനിക നീക്കം ആരംഭിച്ചു. ശക്തമായ ഈജിപ്ഷ്യൻ സൈന്യം ഒന്നായി ആക്രമിച്ചതോടെ സൗദി സേന തകർന്നു. ഫൈസൽ ബിൻ തുർക്കി പിടിക്കപ്പെടുകയും കെയ്റോയിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തു. ഫൈസലിനെ നീക്കം ചെയ്ത് ഓട്ടോമൻകാർ തങ്ങളുടെ ആശ്രിതനായി ഈജിപ്തിൽ കഴിഞ്ഞിരുന്ന അൽ സൗദ് കുടുംബത്തിലെ ഒരു അകന്ന ബന്ധുവായ ഖാലിദ് ഇബ്ൻ സൗദിനെ നജിദിന്റെ ഭരണാധികാരിയായി നിയമിച്ചു. ഓട്ടോമൻകാരുടെ പാവയെ ജനങ്ങൾ വെറുത്തു. ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരെയും സൈന്യത്തെയും അറേബ്യയിൽ അടിച്ചേൽപ്പിച്ചത് ഗോത്രവർഗത്തെ കൂടുതൽ അകറ്റി. 1843 യൂറോപ്യൻ ശക്തികളുടെ സമ്മർദ്ദവും ഈജിപ്തിലെ ആഭ്യന്തര വെല്ലുവിളികളും കാരണം ഒട്ടോമൻ ഈജിപ്തുകാർ തങ്ങളുടെ സൈന്യത്തെ പിൻവലിച്ചു. ഇതോടെ ഈജിപ്തിൽ തടവിലായിരുന്ന ഫൈസൽ ഇബ്ൻ തുർക്കി അറേബ്യയിലേക്ക് മടങ്ങിയെത്തി. വിശ്വസ്തരായ ഗോത്രങ്ങളുടെയും വഹാബി പണ്ഡിതന്മാരുടെയും സഹായത്തോടെ റിയാദ് വീണ്ടും പിടിച്ചെടുത്ത് സൗദി രാഷ്ട്രം പുനഃസ്ഥാപിച്ചു. പിന്നീട് അദ്ദേഹം ഓട്ടോമന്മാരുമായി യുദ്ധം ചെയ്തില്ല. അവരുമായി സന്ധിയിലെത്തി. സൗദിക്ക് ആഭ്യന്തര സ്വയം ഭരണം അനുവദിച്ച് ഓട്ടോമൻ ഉത്തരവിറങ്ങി. കിഴക്കൻ പ്രവിശ്യയായ അൽഹസയിലും ഒമാനിലും അന്ന് ട്രൂഷിൽ കോസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ UAE അടക്കം സൗദിയുടെ സ്വാധീനമെത്തി. സിംഹാസനവും മതപ്രസംഗ പീഠവും തമ്മിലുള്ള പരസ്പര ബന്ധം കൂടുതൽ ദൃഢമായി. ഒട്ടോമൻ ഭീഷണി ഒഴിഞ്ഞെങ്കിലും ഫൈസലിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ശത്രുക്കളിൽ നിന്നായിരുന്നില്ല, സ്വന്തം കുടുംബത്തിൽ നിന്നായിരുന്നു. പിന്തുടർച്ചാവകാശ തർക്കങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹം തന്റെ മൂത്ത മകനായ അബ്ദുള്ളയെ പിൻഗാമിയായി നിയമിച്ചിരുന്നു. ഇത് മക്കൾ തമ്മിലുള്ള നിരന്തര തർക്കങ്ങൾക്ക് വഴിവെച്ചു. 1865 ഫൈസലിന്റെ മരണശേഷം രണ്ടാമത്തെ സൗദി രാഷ്ട്രം അധികാരത്തിനു വേണ്ടി മക്കൾ നടത്തിയ പോരാട്ടങ്ങളുടെ നീണ്ട കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഫൈസലിന്റെ പിന്തുടർച്ചാവകാശിയായിരുന്ന അബ്ദുള്ള ഇബിൻ ഫൈസൽ തുടക്കത്തിൽ അധികാരം ഏറ്റെടുത്തു. സഹോദരൻ സൗദ് ഇബിൻ ഫൈസൽ ഇത് അംഗീകരിച്ചില്ല. റിയാദിൽ ഇരുവരും യുദ്ധം ചെയ്ത് തോറ്റും ജയിച്ചും മാറി മാറി ഭരിച്ചു. തുടർച്ചയായുള്ള യുദ്ധങ്ങൾ സമ്പദ് വ്യവസ്ഥ തകർത്തു.
ഫിത്നയുടെ അഥവാ കലഹങ്ങളുടെ കാലമെന്നറിയപ്പെട്ടിരുന്ന ഈ കാലഘട്ടത്തിൽ ഹസ, ഖാസിം തുടങ്ങിയ പ്രവിശ്യകൾ അധികാരയുദ്ധത്തിൽ മനസ്സുമെടുത്ത് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയോ എതിരാളികളുടെ ഭരണത്തിന് കീഴിലാവുകയോ ചെയ്തു. അൽസൗദ് കുടുംബത്തിന്റെ ആഭ്യന്തര തകർച്ച മുതലെടുത്തുകൊണ്ട് വടക്കൻ അറേബ്യയിലെ ശക്തമായ ഒരു എതിരാളി വിഭാഗമായ ഹായിലിലെ അൽ റാഷിദ് കുടുംബം അപ്പോഴേക്കും ശക്തി പ്രാപിച്ചിരുന്നു. ജബൽ ഷമ്മറിന്റെ അമീറേറ്റായിരുന്നു അവർ. മുഹമ്മദ് ഇബിൻ അബ്ദുൽ അൽ റാഷിദിന്റെ നേതൃത്വത്തിൽ റാഷിദികൾ 1870കളിലും 1880കളിലും അതിവേഗം തങ്ങളുടെ അധികാരം വികസിപ്പിച്ചു. 1880കളുടെ പകുതിയോടെ റാഷിദി സൈന്യം റിയാദ് വളഞ്ഞു. 1891 മുലൈദ യുദ്ധത്തിൽ രണ്ടാമത്തെ സൗദി രാഷ്ട്രത്തിന്റെ അവസാന ഭരണാധികാരിയെ തോൽപ്പിച്ച് റാഷിദികൾ റിയാദ് പിടിച്ചെടുത്തു. അബ്ദുൾ റഹ്മാനും കുടുംബവും കുവൈറ്റിലേക്ക് പലായനം ചെയ്തു. റാഷിദി എമിറേറ്റ് മധ്യ അറേബ്യയിലെ പ്രബല ശക്തിയായി മാറി. ഒട്ടോമൻ പിന്തുണയോടെ ഹായിൽ പ്രവിശ്യയിലിരുന്ന് അവർ ഭരണം നടത്തി. അക്കാലത്ത് കുവൈറ്റ് ഒട്ടോമൻ സംരക്ഷണയിലായിരുന്നെങ്കിലും അൽ സബാഹ് കുടുംബത്തിന്റെ സ്വതന്ത്ര ഭരണമാണ് നിലവിലുണ്ടായിരുന്നത്. കുവൈറ്റിൽ സൗദി രാജകുടുംബം തങ്ങളുടെ രാജ്യവും സമ്പത്തും പഴയ പ്രൗഢിയും നഷ്ടപ്പെട്ട രാഷ്ട്രീയ അഭയാർത്ഥികളായി മാറി. രണ്ടാം സൗദി ഭരണകൂടത്തിന്റെ അവസാന ഭരണാധികാരിയായിരുന്ന അബ്ദുൾ റഹ്മാൻ ബിൻ ഫൈസൽ അജ്ഞാതനായി അവിടെ ജീവിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനമില്ലാതായി. റഷീദുകളുടെ ആധിപത്യത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടതായി തോന്നി. അബ്ദുൾ റഹ്മാന്റെ മകനായ അബ്ദുൾ അസീസിന് പക്ഷേ ഈ പ്രവാസം അസഹനീയമായിരുന്നു. രാജ്യം തിരിച്ചുപിടിക്കണമെന്ന ചിന്ത മാത്രമാണ് അദ്ദേഹത്തെ നയിച്ചിരുന്നത്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇബൻ സൗദ് എന്നറിയപ്പെട്ടിരുന്ന അബ്ദുൾ അസീസ് ഇബിൻ അബ്ദുൾ റഹ്മാൻ അൽ സൗദ് പ്രവാസത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്റെ കുടുംബത്തിന്റെ ഭരണം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആശയങ്ങൾ രൂപപ്പെടുത്താൻ തുടങ്ങി. കുടുംബത്തിന് അഭയം നൽകിയ ഷെയ്ഖ് മുബാറക് അൽ സബാഹ് ഇതിന് അബ്ദുൾ അസീസിനെ സഹായിച്ചു. 1902 ജനുവരിയിൽ 26 വയസ്സ് പ്രായമുള്ളപ്പോൾ അബ്ദുൾ അസീസ് തന്റെ പൂർവികരുടെ നാട് തിരിച്ചുപിടിക്കാൻ 40 പേരുള്ള ഒരു ചെറിയ സംഘവുമായി റാഷിദികളുടെ നിയന്ത്രണത്തിലായിരുന്ന റിയാദിലെ മസ്മാക് കോട്ടയിൽ ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്തി. റാഷിദികളുടെ ഗവർണറായിരുന്ന അജ്ലാൻ ഈ കലാപത്തിൽ വധിക്കപ്പെട്ടു. റിയാദ് തിരിച്ചുപിടിച്ചതിന് ശേഷം അബ്ദുൾ അസീസ് നജദ് മേഖലയിലും അതിനുമപ്പുറവും തന്റെ അധികാരം വ്യാപിപ്പിക്കുന്നതിനുള്ള നിരന്തരമായൊരു പ്രചാരണത്തിന് തുടക്കമിട്ടു. സൈനിക ശക്തി, കരുത്തുള്ള കുടുംബങ്ങളുമായുള്ള തന്ത്രപരമായ വിവാഹബന്ധങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം ഇതിനായി ഉപയോഗിച്ചു. 1904 ഒട്ടോമൻ പിന്തുണയുള്ള റാഷിദി സൈന്യത്തിൽ നിന്ന് അബ്ദുൾ അസീസിന്റെ സേനയ്ക്ക് തിരിച്ചടി നേരിട്ടെങ്കിലും പ്രാദേശിക പിന്തുണ ഉപയോഗിച്ച് അവരെ തുരത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കാലക്രമേണ ഉനൈസ, ബുറൈദ, അൽ ഖാസിം തുടങ്ങിയ മധ്യ അറേബ്യൻ പട്ടണങ്ങളിൽ അദ്ദേഹം തന്റെ ഭരണം വ്യാപിപ്പിക്കുകയും റാഷിദികളുടെ അധികാരത്തിന് വിലങ്ങിട്ട് നജിദ് പീഠഭൂമിയിൽ തന്റെ നിയന്ത്രണം ഉറപ്പിക്കുകയും ചെയ്തു. ഇഖ്വാൻ എന്ന വഹാബികളോട് കൂറുണ്ടായിരുന്ന ഗോത്ര സൈന്യത്തെ ഉപയോഗിച്ചാണ് അബ്ദുൾ അസീസ് തന്റെ സൗദി സാമ്രാജ്യം വികസിപ്പിച്ചത്. കണ്ണിൽ ചോരയില്ലാത്ത നിഷ്ഠൂര പോരാളികളായിരുന്നു ഇഖ്വാൻ സൈന്യം. മുന്നിൽ വരുന്ന എന്തിനേയും തച്ചുടയ്ക്കുന്ന പ്രകൃതക്കാർ. കൃഷിയും ഗോത്രയുദ്ധത്തിന് ആളനൽകലും ശീലമാക്കിയ പുരാതന ഗ്രീസിലെ സ്പാർട്ടന്മാരെ പോലെ ഒരു ഗോത്രമാണ് ഇഖ്വാൻ. 1912 ആയപ്പോഴേക്കും അബ്ദുൾ അസീസ് നജ്ദ് കേന്ദ്രമാക്കി സൗദി രാഷ്ട്രം ഔദ്യോഗികമായി സ്ഥാപിച്ചു. ലോകരാഷ്ട്രങ്ങൾ ആരും ഈ രാജ്യത്തെ അംഗീകരിച്ചിരുന്നില്ല. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ആരംഭത്തിൽ അബ്ദുൾ അസീസ് ജാഗ്രതയോടെ നിഷ്പക്ഷത പാലിച്ചെങ്കിലും പിന്നീട് ബ്രിട്ടീഷുകാരുടെ സഖ്യത്തിൽ ചേർന്നു. ഒട്ടോമൻസിനെതിരായ അറബ് കലാപത്തിൽ മെക്കയിലെ ഷെരീഫ് ഹുസൈനെയും ഈ അവസരത്തിൽ ബ്രിട്ടീഷുകാർ പിന്തുണച്ചിരുന്നു. എന്നാൽ ഹുസൈനിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടോമൻസിനോട് പോരാടുന്നതിൽ ശ്രദ്ധിക്കാതെ പ്രാദേശിക അധികാരം ഉറപ്പിക്കുന്നതിലാണ് അബ്ദുൾ അസീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. 1915 ബ്രിട്ടീഷുകാർ അബ്ദുൾ അസീസിനെ നജ്ദിലെ സുൽത്താനായി അംഗീകരിക്കുകയും ദാരിർ ഉടമ്പടിയിലൂടെ സാമ്പത്തികവും സൈനികവുമായ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ഒട്ടോമൻ സാമ്രാജ്യം തകർന്ന് അറേബ്യൻ ഉപദ്വീപിൽ ഒരു അധികാര ശൂന്യതയുണ്ടായപ്പോൾ ഈ മാറ്റങ്ങൾ മുതലെടുക്കാൻ അബ്ദുൾ അസീസ് വേഗത്തിൽ നീങ്ങി. 1921 റാഷിദ് കുടുംബത്തെ അദ്ദേഹം പൂർണ്ണമായും പരാജയപ്പെടുത്തി. ഹായിൽ പ്രദേശം പിടിച്ചെടുക്കുകയും ജബൽ ഷമ്മർ എമിറേറ്റ് ഇല്ലാതാക്കുകയും ചെയ്തു. നജ്ദും വടക്കൻ പ്രദേശങ്ങളും സുരക്ഷിതമാക്കിയ അബ്ദുൾ അസീസ് പിന്നീട് തന്റെ ശ്രദ്ധ ഹിജാസിലേക്ക് തിരിച്ചു. അറേബ്യയുടെ പടിഞ്ഞാറൻ മേഖലയായ ഹിജാസിൽ മക്കയും മദീനയും ഉൾപ്പെടെയുള്ള പുണ്യനഗരങ്ങളുണ്ടായിരുന്നു. 1916 ബ്രിട്ടീഷ് പിന്തുണയോടെ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഷെരീഫ് ഹുസൈന്റെ നിയന്ത്രണത്തിലായിരുന്നു അന്ന് ഹിജാസ്. 1924-25 കാലഘട്ടത്തിൽ അബ്ദുൾ അസീസ് ഹിജാസിലേക്ക് പൂർണ്ണ തോതിലുള്ള ആക്രമണം തുടങ്ങി. അദ്ദേഹത്തിന്റെ സൈന്യം തായിഫ് പിടിച്ചെടുത്തു. പിന്നീട് മക്ക ചെറുത്തുനിൽപ്പില്ലാതെ വീണു. അടുത്ത വർഷം മദീനയും ജിദ്ദയും കീഴടങ്ങി. 1926 നജ്ദിലെ സുൽത്താൻ എന്ന സ്ഥാനത്തിന് പുറമെ ഹിജാസിലെ രാജാവ് എന്ന പദവിയും അബ്ദുൾ അസീസ് സ്വീകരിച്ചു. 1926-നും 1932-നുമിടയിൽ അബ്ദുൾ അസീസ് ഹിജാസിനെയും നജ്ദിനെയും തന്റെ നിയന്ത്രണത്തിലുള്ള 2 വ്യത്യസ്ത പ്രദേശങ്ങളായി ഭരിച്ചു. എന്നാൽ ഇവയ്ക്ക് വ്യത്യസ്ത ഭരണ സംവിധാനങ്ങളും സാമൂഹിക ഘടനകളും ഉണ്ടായിരുന്നു. ഹിജാസ് കൂടുതൽ സാംസ്കാരിക സമ്പന്നവും വിദേശ സ്വാധീനങ്ങൾക്ക് തുറന്നതുമായിരുന്നപ്പോൾ നജ്ദ് ആഴത്തിൽ യാഥാസ്ഥിതികവും ഗോത്രപരവുമായിരുന്നു.
അതേസമയം സൗദി രാജ്യം സ്ഥാപിക്കാൻ പോരാടിയ ഇഖ്വാൻ ഗോത്രവുമായി അബ്ദുൾ അസീസ് രാജാവിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. ഇസ്ലാമിനെക്കുറിച്ചുള്ള ഇഖ്വാന്റെ തീവ്ര നിലപാടുകളും ബ്രിട്ടനുമായും മറ്റ് വിദേശ ശക്തികളുമായുള്ള അബ്ദുൾ അസീസിന്റെ നയതന്ത്ര ബന്ധങ്ങൾ അംഗീകരിക്കാനുള്ള വിമുഖതയും സംഘർഷത്തിന് കാരണമായി. ടെലിഗ്രാഫ്, കാറുകൾ, ആധുനിക വിദ്യാഭ്യാസം തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഇസ്ലാമിക വിശുദ്ധിയെ ദുഷിപ്പിക്കുന്നുവെന്നാരോപിച്ച് ഇഖ്വാൻ എതിർത്തു. 1927ഓടെ ഇറാഖ്, ട്രാൻസ് ജോർദാൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഇഖ്വാൻ രാജാവിന്റെ അനുമതിയില്ലാതെ അനധികൃതമായ ആക്രമണങ്ങൾ നടത്തി. ഇത് ബ്രിട്ടന് രസിച്ചില്ല. അവർ അബ്ദുൾ അസീസ് രാജാവിനോട് പ്രതിവിധി ആവശ്യപ്പെട്ടു. 1929 സബില്ല യുദ്ധത്തിൽ അദ്ദേഹം ഇഖ്വാൻ ഗോത്രത്തെ തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കി. മറ്റു ഗോത്രക്കാരെ ഇത് ഭയപ്പെടുത്തുകയും ചെയ്തു. അവർ അബ്ദുൾ അസീസ് രാജാവിന് ഉപാധികളില്ലാത്ത പിന്തുണ വാഗ്ദാനം ചെയ്തു. 1932 സെപ്റ്റംബർ 23 അബ്ദുൾ അസീസ് തന്റെ കീഴിലുള്ള പ്രദേശങ്ങളെ സൗദി അറേബ്യ എന്ന പേരിൽ ഔദ്യോഗികമായി ഏകീകരിച്ചു. അദ്ദേഹം സൗദി അറേബ്യയുടെ രാജാവ് എന്ന പദവി ഏറ്റെടുത്തു. ആധുനിക സൗദി പിറന്നു. മതപരമായ നിയമസാധുതയും ഗോത്രപരമായ വിശ്വസ്തതയും എന്നീ രണ്ട് തൂണുകളിലാണ് പുതിയ രാജ്യം സ്ഥാപിക്കപ്പെട്ടത്. വഹാബി ഇസ്ലാം രാജ്യത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയായി മാറി. ഉലമാക്കളെ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി. ഇതിന് പകരമായി ഇസ്ലാമിക നിയമങ്ങളും ധാർമ്മിക ക്രമവും സംരക്ഷിക്കുമെന്ന് രാജകുടുംബം ഉറപ്പു നൽകി. കേന്ദ്ര സർക്കാർ സ്വേച്ഛാധിപത്യപരമായിരുന്നെങ്കിലും പ്രായോഗികമായിരുന്നു. പൗരന്മാർക്ക് നേരിട്ട് രാജാവിനോട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന മജ്ലിസ് പോലുള്ള പരമ്പരാഗത ഭരണ സംവിധാനങ്ങൾ അദ്ദേഹം നിലനിർത്തി. അതോടൊപ്പം ഭരണപരമായ വകുപ്പുകൾ, നികുതി സംവിധാനങ്ങൾ, അതിർത്തി സുരക്ഷാ സേനകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനവും കെട്ടിപ്പടുത്തു. രാജ്യത്തിന്റെ ഏകീകരണം നടന്നെങ്കിലും സൗദി അറേബ്യ പരമദരിദ്രമായിരുന്നു. തീർത്ഥാടനത്തിൽ നിന്നുള്ള വരുമാനം, പരിമിതമായ കൃഷി, വ്യാപാരം എന്നിവയെയാണ് രാജ്യം അപ്പോഴും ആശ്രയിച്ചിരുന്നത്. എന്നാൽ വലുത് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയ ഭൂപടം മാറ്റിയ വലിയ കണ്ടുപിടുത്തം. 1933 അത് ആരംഭിച്ചത്. സ്റ്റാൻഡേർഡ് ഓയിൽ ഓഫ് കാലിഫോർണിയയുടെ ഏതാനും എണ്ണ പര്യവേക്ഷകർ സൗദി അറേബ്യയിലെത്തി. അവർ കിഴക്കൻ മരുഭൂപ്രദേശത്തേക്കാണ് നീങ്ങിയത്. എണ്ണ പര്യവേക്ഷണത്തിന് ആവശ്യമുള്ള ചില സ്റ്റാൻഡേർഡ് ഉപകരണങ്ങൾ മാത്രമാണ് അവർ കൊണ്ടുവന്നത്. ആ മരുഭൂമിയിൽ പര്യവേക്ഷകർ പ്രതീക്ഷ കണ്ടെത്തി. എണ്ണയുടെ അടയാളങ്ങളെല്ലാം തികഞ്ഞ പ്രദേശം. അമേരിക്കയിൽ തിരിച്ചെത്തി കമ്പനിക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. അധികം വൈകാതെ രാജാവിനെ അറിയിച്ച് കമ്പനി പ്രതിനിധികൾ സൗദി അറേബ്യയിലെത്തി. 1934 സ്റ്റാൻഡേർഡ് ഓയിൽ ഓഫ് കാലിഫോർണിയയുമായി അബ്ദുൾ അസീസ് കരാറിൽ ഒപ്പുവെച്ചു. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ എണ്ണ പര്യവേക്ഷണം ചെയ്യാനുള്ള അവകാശം ഈ കമ്പനിക്ക് ലഭിച്ചു. ഈ പങ്കാളിത്തമാണ് പിന്നീട് കാൽടെക്സ്, തുടർന്ന് ആരാംകോ എന്നിവയുടെ രൂപീകരണത്തിന് കാരണമായത്. സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി കൂറ്റൻ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വലിയ കിണറുകളുണ്ടാക്കി ആഴത്തിലുള്ള എണ്ണ പര്യവേക്ഷണം തുടങ്ങി. സൗദി അറേബ്യയുടെ ചരിത്രം മാറ്റിക്കുറിച്ച ദിവസമായിരുന്നു 1938 മാർച്ച് 3. അന്നുച്ചയോടെ ദമാമിലെ 7ാം നമ്പർ കിണറിൽ നിന്നും കൊഴുത്ത എണ്ണ ട്യൂബിലൂടെ മലവെള്ളം പോലെ ഒഴുകി പുറത്തേക്ക് തെറിച്ചു. തൊഴിലാളികളും അമേരിക്കക്കാരും അക്ഷരാർത്ഥത്തിൽ ആ എണ്ണപ്പുഴയിൽ കുളിച്ചു. ആ ഒരൊറ്റ ദിവസം മാത്രം 1585 ബാരൽ എണ്ണയാണ് 7ാം നമ്പർ കിണറിൽ നിന്നും ലഭിച്ചത്. പിന്നീട് വരാനിരുന്ന ശതകോടിക്കണക്കിന് ബാരലുകളുടെ ആദ്യത്തെ 1585 ബാരൽ. പരിമിതമായ വിഭവങ്ങൾ മാത്രമുള്ള ഒരു മരുഭൂമി ആഗോള സ്വാധീനമുള്ള ഒരു പെട്രോ രാജ്യമായി മാറാൻ തയ്യാറെടുക്കുകയായിരുന്നു. 1939 സൗദി അറേബ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വഹിച്ചുള്ള ആദ്യ കപ്പൽ പുറപ്പെട്ടു. അന്ന് അബ്ദുൾ അസീസ് രാജാവ് തന്നെ നേരിട്ട് കപ്പലിന് യാത്രാനുമതി നൽകാൻ തുറമുഖത്തെത്തിയിരുന്നു. സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനി തന്നെയാണ് തുടർ പര്യവേക്ഷണങ്ങളും ഖനനവും കയറ്റുമതിയും നടത്തിയിരുന്നത്. 1944 സൗദിക്ക് കൂടി പങ്കാളിത്തമുള്ള പുതിയ എണ്ണ കമ്പനി വേണമെന്ന ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടു. അങ്ങനെ അരാംകോ രൂപം കൊണ്ടു. 2ാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോഴേക്കും പുതിയ ആഗോളക്രമത്തിൽ സൗദി അറേബ്യയെ ഒരു നിർണായക കളിക്കാരനാക്കി അബ്ദുൾ അസീസ് രാജാവ് മാറ്റിയിരുന്നു. 1945 US പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റുമായി USS ക്വിൻസിയിൽ വെച്ച് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പരിധികളില്ലാത്ത എണ്ണ വിതരണത്തിന് പകരം അമേരിക്ക സൗദി അറേബ്യയ്ക്ക് സൈനിക സംരക്ഷണവും നിക്ഷേപവും ഉറപ്പു നൽകുന്ന നയതന്ത്ര പങ്കാളിത്തം രൂപപ്പെട്ടു. 40-ലധികം മക്കളുണ്ടായിരുന്നു അബ്ദുൾ അസീസ് രാജാവിന്. തന്റെ കാലശേഷം മൂത്ത മകനെ പിൻഗാമിയായി വാഴിക്കണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും അതിനുശേഷം 2ാം സൗദി രാഷ്ട്രം തകർന്നതുപോലെ തല്ലിപ്പിരിയാതിരിക്കാൻ പുത്രനിലേക്കല്ല സഹോദരനിലേക്കാണ് അധികാരം കൈമാറേണ്ടത് എന്ന രീതി അദ്ദേഹം രൂപപ്പെടുത്തി. 1953 നവംബർ 9 തായിഫിൽ വെച്ച് കിങ് അബ്ദുൾ അസീസ് അന്തരിച്ചു. വഹാബി പാരമ്പര്യമനുസരിച്ച് അടയാളങ്ങളില്ലാത്ത ഒരു ശവകുടീരത്തിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. അദ്ദേഹത്തിന്റെ മൂത്ത മകനായ സൗദ് ബിൻ അബ്ദുൾ അസീസ് രാജാവായി. 1950കളോടെ മറ്റ് അമേരിക്കൻ കമ്പനികളായ ടെക്സാക്കോ, എക്സോൺ, മൊബിൽ എന്നിവ അരാംകോയിൽ ഓഹരികൾ സ്വന്തമാക്കി. ഇത് സൗദി പരമാധികാരത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ എണ്ണ താൽപ്പര്യങ്ങളുടെ ഒരു കൂട്ടായ്മയായി മാറി. 1950കളിലും 60കളിലും സൗദി സർക്കാർ എണ്ണ വരുമാനം അതിന്റെ നഗരങ്ങൾ നവീകരിക്കാനും സേവനങ്ങൾ വൈവിധ്യവൽക്കരിക്കാനും ഉപയോഗിച്ചു. റിയാദ് ഒരു സാധാരണ മരുഭൂ പട്ടണത്തിൽ നിന്ന് തിരക്കേറിയ ഭരണ തലസ്ഥാനമായി രൂപാന്തരപ്പെട്ടു. ദഹ്റാൻ, ദമാം, ജിദ്ദ തുടങ്ങിയ തീരദേശ നഗരങ്ങൾ അതിവേഗം വളർന്നു. 2ാം ലോകമഹായുദ്ധാനന്തരം ശീതയുദ്ധം ഉറുകിയപ്പോൾ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും സൗദി അറേബ്യയെ ഒരു സാമ്പത്തിക പങ്കാളി എന്നതിലുപരി മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന ഭൗമ രാഷ്ട്രീയ സഖ്യകക്ഷിയായി കാണാൻ തുടങ്ങി.
സൗദി എണ്ണയുടെ വിശാലമായ ശേഖരം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് നിർണായകമായി കണക്കാക്കപ്പെട്ടു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് എണ്ണ വിതരണം ഉറപ്പാക്കാൻ അമേരിക്ക സൗദി അറേബ്യയ്ക്ക് പിന്തുണ നൽകിയത് ഈ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യത്തിന് തെളിവായിരുന്നു. 1945-ൽ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് സൂയസ് കനാലിലെ ഗ്രേറ്റ് പീറ്റർ തടാകത്തിൽ തമ്പടിച്ചിരുന്ന വിമാനവാഹിനി കപ്പലായ USS ക്വിൻസിയിൽ വെച്ച് അബ്ദുൽ അസീസ് രാജാവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ഐതിഹാസിക കൂടിക്കാഴ്ച രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട നയതന്ത്രപരമായ സഹകരണത്തിന് അടിത്തറയിട്ടു. ഈ ബന്ധത്തിന്റെ കേന്ദ്രസ്തംഭം വ്യക്തമായിരുന്നു. സൗദിയുടെ എണ്ണയിലേക്കുള്ള സുരക്ഷിതമായ പ്രവേശനത്തിന് പകരമായി എക്കാലത്തേക്കും അമേരിക്കൻ സൈനിക സാമ്പത്തിക പിന്തുണ നൽകും. മകൻ സൗദ് ബിൻ അബ്ദുൽ അസീസ് ഈ പങ്കാളിത്തം ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചു. ഒരുപക്ഷെ ഇസ്രായേലിനേക്കാൾ വിശ്വസ്തനായ അമേരിക്കയുടെ സഖ്യകക്ഷി എന്ന നിലയിൽ വരെ. 1960-ൽ സൗദി അറേബ്യ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്കിൽ അംഗമായി. അബ്ദുൽ അസീസ് രാജാവിന്റെ കാലശേഷം സ്ഥാനമേറ്റ മകൻ സൗദ് രാജാവിന്റെ ഭരണരീതി ആധുനിക ഭരണതന്ത്രത്തെക്കാൾ പരമ്പരാഗത ഗോത്രത്തലവന്മാർക്ക് അനുയോജ്യമായ ഒന്നായിരുന്നു. വ്യക്തിപരമായ കൂറ്, കുടുംബ ബന്ധങ്ങൾ, അധികാരം ഉപയോഗിച്ചുള്ള സ്വാധീനം എന്നിവയിൽ അദ്ദേഹം അമിതമായി ആശ്രയിച്ചു. ഇത് കുടുംബത്തിനുള്ളിൽ രണ്ട് ചേരി സൃഷ്ടിച്ചു. രാജാവിനോട് കൂറുള്ള ചേരിയും അടുത്ത കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായിരുന്ന അദ്ദേഹത്തിന്റെ അർത്ഥ സഹോദരൻ ഫൈസലിനെ പിന്തുണയ്ക്കുന്നവരുടെ ചേരി. സാമ്പത്തിക കെടുകാര്യസ്ഥത വർദ്ധിച്ചതോടെ രാജകുടുംബത്തിനുള്ളിൽ നിന്ന്, പ്രത്യേകിച്ച് കിരീടാവകാശി ഫൈസലിൽ നിന്ന് ശക്തമായ എതിർപ്പ് ആദ്യഘട്ടത്തിലെ വർദ്ധിച്ചിരുന്നു. രാജ്യത്തിന്റെ എണ്ണസമ്പത്ത് വിറ്റുകിട്ടുന്ന പണം രാജാവ് അമേരിക്കയിൽ കൊണ്ടുപോയി രഹസ്യമായി നിക്ഷേപിക്കുകയാണെന്നും ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ലെന്നും പ്രധാനമന്ത്രി കൂടിയായ ഫൈസൽ ആരോപിച്ചു. ഫൈസൽ കൂടുതൽ അച്ചടക്കമുള്ളവനും പരിഷ്കരണങ്ങളിൽ പ്രതിജ്ഞാബദ്ധനുമായിരുന്നു. ഒരു ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയായിട്ടാണ് അക്കാലത്ത് അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത്. 1950കളുടെ അവസാനത്തിലും 1960കളുടെ തുടക്കത്തിലും ഇരുവരും തമ്മിലുള്ള സംഘർഷം ഒരു പൂർണ്ണമായ അധികാര പോരാട്ടമായി മാറി. 1958-ൽ രാജ്യത്തിന്റെ ഗുരുതരമായ സാമ്പത്തിക സ്ഥിതിയും വർദ്ധിച്ച എതിർപ്പുകളും പരിഗണിച്ച് സൗദ് രാജാവ് താൽക്കാലികമായി ഭരണപരമായ അധികാരങ്ങൾ ഫൈസലിന് കൈമാറി. ഈ കാലയളവിൽ ഫൈസൽ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനും സർക്കാർ സ്ഥാപനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനും ഭരണത്തിൽ പിടിമുറുക്കുന്നതിനും ഉപയോഗിച്ചു. അപകടം മനസ്സിലാക്കി സൗദ് രാജാവ് 2 വർഷത്തിനു ശേഷം 1960-ൽ ഫൈസലിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. അപ്പോഴേക്കും സൗദ് രാജാവും കിരീടാവകാശി ഫൈസലും തമ്മിലുള്ള പോരാട്ടം രാജ്യത്തെ കൂടുതൽ സ്തംഭിപ്പിച്ചിരുന്നു. 1962 ആയപ്പോഴേക്കും രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസ്ഥിരത വർദ്ധിച്ചു. രാജ്യത്തിന്റെ ഖജനാവും രാജാവിന്റെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള രേഖ വളരെ നേർത്തതായി. എണ്ണവിറ്റ് കണക്കില്ലാത്ത പണം സൗദിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. ഇത് രായ്ക്കരാവാനും അമേരിക്കയിൽ രാജാവിന്റെ പേരിൽ എസ്റ്റേറ്റുകളും കപ്പൽ കമ്പനികളുമായി രൂപം മാറി. ജനങ്ങൾ ഇളകി തുടങ്ങി. അതോടെ നിവർത്തിക്കെട്ട സൗദ് രാജാവ് സുതാര്യതയ്ക്ക് എന്ന പേരിൽ ഫൈസലിനെ വീണ്ടും പ്രധാനമന്ത്രിയായി നിയമിച്ചു. ഫൈസൽ വീണ്ടും ഭരണ സംവിധാനത്തിൽ കൂടുതൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ തുടങ്ങി. സൗദിന്റെ നേതൃത്വം കൊണ്ട് പൊറുതിമുട്ടിയ ഉലമകളും മുതിർന്ന രാജകുമാരന്മാരും പൊതുജനങ്ങളും ഫൈസലിന് പിന്തുണ പ്രഖ്യാപിച്ചു. 1963-ൽ ഭാവി രാജാവായി അധികാര ശ്രേണിയിലുണ്ടായിരുന്ന പ്രിൻസ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഗാർഡും അതിന്റെ ഉപസൈനിക വിഭാഗങ്ങളും ഫൈസലിനൊപ്പം ചേർന്നു. സൗദ് രാജാവ് സ്ഥാനമൊഴിയണമെന്ന് രാജകുടുംബത്തിനുള്ളിൽ നിന്ന്, പ്രത്യേകിച്ച് മുതിർന്ന രാജകുമാരന്മാരുടെ സമിതിയിൽ നിന്ന് സമ്മർദ്ദം വർദ്ധിച്ചു. ഒടുവിൽ 1964 മാർച്ചിൽ സൗദ് രാജാവ് തന്റെ അധികാരങ്ങൾ ഫൈസലിന് കൈമാറാൻ നിർബന്ധിതനായി. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സമ്മർദ്ദങ്ങളും ചർച്ചകളും നടന്നു. 1964 നവംബർ 2-ന് സൗദ് രാജാവ് ഔദ്യോഗികമായി സ്ഥാനമൊഴിയുകയും കിരീടാവകാശി ഫൈസലിനെ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സൗദ് രാജാവ് പ്രവാസിയായി ഗ്രീസിലും ഈജിപ്തിലുമായി ജീവിച്ചു. അവിടെ വെച്ച് 1969-ൽ അദ്ദേഹം അന്തരിച്ചു. സൗദി ചരിത്രത്തിലെ ഏറ്റവും സമർത്ഥനും ദീർഘവീക്ഷണമുള്ളവനുമായ ഭരണാധികാരികളിൽ ഒരാളായി പരക്കെ കണക്കാക്കപ്പെടുന്ന ഫൈസൽ രാജാവ് പരമ്പരാഗത ഇസ്ലാമിക് മൂല്യങ്ങളെയും പ്രായോഗിക പരിഷ്കരണങ്ങളെയും സമന്വയിപ്പിച്ച് രാജ്യത്തിന്റെ യാഥാസ്ഥിതിക അടിത്തറ നിലനിർത്തിക്കൊണ്ട് ആധുനിക കാലഘട്ടത്തിലേക്ക് നയിച്ചു. ലളിതമായ ജീവിതശൈലി, അഗാധമായ ഭക്തി, നീതിയോടുള്ള ആഴമേറിയ പ്രതിബദ്ധത എന്നിവയ്ക്ക് പേരുകെട്ട ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. തന്റെ മുൻഗാമിയിൽ നിന്ന് വ്യത്യസ്തനായി അദ്ദേഹം ദുർച്ചെലവുകളും അഴിമതിയും അവസാനിപ്പിച്ച് രാജ്യത്തിന്റെ സാമ്പത്തികവും ഭരണപരവുമായ അച്ചടക്കം പുനഃസ്ഥാപിക്കാൻ പ്രവർത്തിച്ചു. ഫൈസലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്ന് സ്ത്രീകൾക്കിടയിൽ വിദ്യാഭ്യാസ പദ്ധതികൾ പരിഷ്കരിക്കാനും വ്യാപിപ്പിക്കാനും നടത്തിയ ശ്രമങ്ങളായിരുന്നു. ഇത് എതിർപ്പുകളും നേരിട്ടു. 1960കളുടെ മധ്യത്തിൽ പെൺകുട്ടികൾക്കായി പൊതുവിദ്യാലയങ്ങൾ തുറക്കാനുള്ള തീരുമാനം യാഥാസ്ഥിതിക മതനേതാക്കളിൽ നിന്നും സമൂഹത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പ് ക്ഷണിച്ചു വരുത്തി. ഫൈസൽ ഈ വിഷയങ്ങളെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു. ഇസ്ലാമിക തത്വങ്ങൾക്കനുസൃതമായി ഈ പരിഷ്കാരങ്ങളെ അദ്ദേഹം അവതരിപ്പിക്കുകയും ഉലമാക്കളുമായി നിരന്തരമായ ചർച്ചകൾ ഉറപ്പാക്കുകയും ചെയ്തു. ഫൈസലിന്റെ വിദേശ നയം 3 പ്രധാന തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു: പാൻ ഇസ്ലാമിസം, കമ്മ്യൂണിസത്തോടുള്ള കടുത്ത എതിർപ്പ്, അറബ് ഐക്യം പ്രോത്സാഹിപ്പിക്കുക എന്നിവ. മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പരിപാടികൾക്ക് തുടക്കമിട്ടുകൊണ്ട് മുസ്ലിം ലോകത്തിന്റെ നേതാവായി സൗദി അറേബ്യയെ അദ്ദേഹം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചു. മുസ്ലിം ഐക്യത്തിനുള്ള ഒരു വേദിയെന്ന നിലയിൽ 1969-ൽ ജിദ്ദ ആസ്ഥാനമാക്കി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അഥവാ OIC സ്ഥാപിക്കുന്നതിന് അദ്ദേഹം മുൻകൈയെടുത്തു.
ഫൈസൽ കടുത്ത പലസ്തീൻ അനുകൂലിയും ഇസ്രായേലി അധിനിവേശത്തിന്റെ ശക്തനായ വിമർശകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരിഷ്കരണമായി കണക്കാക്കപ്പെടുന്നത് 1970-ലുണ്ടായ സൗദി എണ്ണ സമ്പത്തിന്റെ ദേശസാൽക്കരണത്തിനുള്ള നീക്കമാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം 1980-ലാണ് അരാംകോ കമ്പനിയടക്കം രാജ്യത്തിന്റെ മുഴുവൻ എണ്ണ സമ്പത്തും ദേശസാൽക്കരിച്ച് സൗദി അരാംകോ എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചതെങ്കിലും എല്ലാത്തിനും തുടക്കമിട്ടത് ഫൈസൽ രാജാവായിരുന്നു. 1975 മാർച്ച് 25-ന് റിയാദിൽ വെച്ച് ഫൈസൽ രാജാവ് തന്റെ മരുമകനായ ഫൈസൽ ബിൻ മുസൈദ് രാജകുമാരനാൽ ദാരുണമായി കൊല്ലപ്പെട്ടു. ഒരു കുടുംബ ചടങ്ങിനിടെ രാജാവിനെ സമീപിച്ച കൊലയാളി തൊട്ടടുത്തുനിന്ന് അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഈ കൊലപാതകത്തിന് പിന്നിലെ കൃത്യമായ ലക്ഷ്യങ്ങൾ ഇന്നും ചർച്ചാ വിഷയമാണ്. വ്യക്തിപരമായ വൈരാഗ്യങ്ങളും മാനസികാസ്വാസ്ഥ്യവുമാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഈ കൊലപാതകം രാജ്യത്തെയും വിശാലമായ അറബ് മുസ്ലിം ലോകത്തെയും ഞെട്ടിച്ചു. ഫൈസലിന്റെ സംസ്കാര ചടങ്ങുകളിൽ ലോകമെമ്പാടുമുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ മരണം ഒരു യുഗത്തിന്റെ അവസാനമായിരുന്നു. രാജ്യത്തിന്റെ സ്ഥാപകനായ അബ്ദുൽ അസീസ് ഇബ്നു സൗദിന്റെ മക്കളിൽ ഒരാളായ ഖാലിദ് രാജാവ് ഭരണമേറ്റെടുത്തു. 1973-ലെ എണ്ണ ഉപരോധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഖാലിദിന്റെ ഭരണം വരുന്നത്. യോം കിപ്പൂർ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചതിൽ പ്രതിഷേധിച്ച് സൗദി അറേബ്യയും മറ്റ് ഒപെക് രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ കയറ്റുമതി ഗണ്യമായി കുറച്ചിരുന്നു. ഈ നീക്കം എണ്ണവില 4 ഇരട്ടിയായി ഉയർത്തുകയും സൗദി ഖജനാവിലേക്ക് വലിയ സമ്പത്തെത്തിക്കുകയും ചെയ്തു. ഖാലിദ് രാജാവ് രാജ്യത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന് നേതൃത്വം നൽകി. എണ്ണ വരുമാനം ഉയർന്നതോടെ റോഡുകൾ, വിമാനത്താവളങ്ങൾ, ശുദ്ധീകരണശാലകൾ, ആശുപത്രികൾ, സർവകലാശാലകൾ, ഭവന നിർമ്മാണ പദ്ധതികൾ തുടങ്ങി നിരവധി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് സർക്കാർ തുടക്കമിട്ടു. ഖാലിദ് രാജാവിന്റെ ഭരണകാലത്താണ് ലോകത്തെ ഞെട്ടിച്ച 1979 നവംബറിലെ ഗ്രാൻഡ് മോസ്ക് ഉപരോധം നടക്കുന്നത്. ജുഹൈമാൻ അൽ ഉത്തൈബയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം സായുധ ഇസ്ലാമിക് തീവ്രവാദികൾ ഇസ്ലാമിലെ ഏറ്റവും പുണ്യസ്ഥലമായ മക്കയിലെ മസ്ജിദുൽ ഹറം പിടിച്ചെടുത്തു. അൽ സൗദ് കുടുംബം അഴിമതിക്കാരാണെന്നും അവർ ഇസ്ലാമിക തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചെന്നും ആരോപിച്ചായിരുന്നു ഇത്. സൗദി സുരക്ഷാ സേനയും ഫ്രഞ്ച് സൈനിക വിദഗ്ധരും 2 ആഴ്ച നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് ഉപരോധം അവസാനിച്ചത്. ഇതിന് പ്രതിവിധി എന്നോണം ഖാലിദ് രാജാവിന്റെ സർക്കാർ യാഥാസ്ഥിതിക നയങ്ങൾ കൂടുതൽ ശക്തമാക്കി, മതസ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകി, പൊതുജീവിതത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം കുറച്ചു, സിനിമാശാലകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒമാൻ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളോടൊപ്പം 1981-ൽ ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ GCC സ്ഥാപിക്കുന്നതിനും ഖാലിദ് രാജാവ് നിർണായക പങ്ക് വഹിച്ചു. 1982 ജൂൺ 13-ന് തൈഫിൽ വെച്ച് ഖാലിദ് രാജാവ് അന്തരിച്ചു. 1982-ൽ ഖാലിദ് രാജാവിന് ശേഷം അദ്ദേഹത്തിന്റെ അർത്ഥ സഹോദരനും വിദ്യാഭ്യാസ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ഫഹദ് ബിൻ അബ്ദുൽ അസീസ് രാജാവ് അധികാരത്തിലെത്തി. അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള എണ്ണഭീമനായിരുന്ന സൗദി അരാംകോയെ 1980-കളുടെ അവസാനത്തോടെ പൂർണ്ണമായും സൗദി നിയന്ത്രണത്തിലുള്ള ഒരു ദേശീയ കമ്പനിയാക്കി മാറ്റിയത് ഫഹദിന്റെ കാലഘട്ടത്തിലാണ്. ഒപെക് ഏകോപനത്തിലൂടെയും പാശ്ചാത്യ ശക്തികളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലൂടെയും ആഗോള എണ്ണ വിപണിയിൽ രാജ്യത്തിന്റെ മുൻനിര സ്ഥാനമുറപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഭരണം നിർണായകമായിരുന്നു. ഫഹദിന്റെ ഭരണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുണ്ടായത് 1990-91-ലെ ഗൾഫ് യുദ്ധകാലത്താണ്. 1990 ഓഗസ്റ്റിൽ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ സ്വന്തം രാജ്യം സംരക്ഷിക്കാനും കുവൈറ്റിനെ മോചിപ്പിക്കാനും US സഖ്യസേനയെ സൗദി അറേബ്യയിലേക്ക് ക്ഷണിക്കാൻ ഫഹദ് വിവാദപരവും ചരിത്രപരവുമായ ഒരു തീരുമാനമെടുത്തു. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിന് ശേഷം അറേബ്യൻ ഉപദ്വീപിൽ മുസ്ലിം ഇതര സൈനികർ നിലയുറപ്പിക്കുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. ഇത് യാഥാസ്ഥിതികരും തീവ്രവാദികളും ഉൾപ്പെടെയുള്ള ആളുകൾക്കിടയിൽ വ്യാപകമായ അതൃപ്തിക്ക് കാരണമായി. യുദ്ധം തന്ത്രപരമായ ഒരു വിജയമായിരുന്നെങ്കിലും അത് ഭാവിയിലേക്കുള്ള നിരവധി വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വിത്തുകൾ പാകി. വിശുദ്ധ മണ്ണിൽ US സൈന്യത്തിന്റെ സാന്നിധ്യം തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഒരു ഉത്തേജകമായി മാറി. പ്രത്യേകിച്ച് അൽ ഖ്വയ്ദ സ്ഥാപകനായ ഉസാമ ബിൻ ലാദൻ 9/11 ആക്രമണം ഉൾപ്പെടെയുള്ള തന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്ക് കാരണമായി ഉദ്ധരിച്ചത് ഈ സംഭവമാണ്. സുതാര്യതയ്ക്കും പ്രാതിനിധ്യത്തിനും വേണ്ടിയുള്ള വർദ്ധിച്ചുവരുന്ന ആഹ്വാനങ്ങൾക്കിടയിൽ 1992-ൽ ഫഹദ് രാജാവ് സമ്പൂർണ്ണ ശരീഅത്ത് നിയമം നടപ്പാക്കി. അതേ വർഷം രാജാവിന് ഉപദേശങ്ങൾ നൽകുന്നതിനായി ഉപദേശക കൗൺസിൽ അഥവാ മജ്ലിസ് അഷൂറ രൂപീകരിക്കുന്നതായും അദ്ദേഹം പ്രഖ്യാപിച്ചു. രാജകീയ ധൂർത്ത്, രാഷ്ട്രീയ പങ്കാളിത്തത്തിന്റെ അഭാവം, ഇസ്ലാമിക മൂല്യങ്ങൾക്ക് നേരെ നടന്നു എന്നാരോപിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അതൃപ്തികൾ കാരണം 1990-കളിൽ നിരവധി ആഭ്യന്തര കലാപങ്ങൾ സൗദി അറേബ്യയിൽ നടന്നു. 1996-ൽ 19 US സൈനികരെ കൊലപ്പെടുത്തിയ ഖോബാർ ടവേഴ്സ് ബോംബാക്രമണം ഉൾപ്പെടെ നിരവധി ബോംബാക്രമണങ്ങളും വധശ്രമങ്ങളും സർക്കാർ വിദേശ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് നടന്നു. 1995-ൽ ഫഹദ് രാജാവിന് ഗുരുതരമായ പക്ഷാഘാതം സംഭവിച്ചു. മരണം വരെ അദ്ദേഹം രാജാവായിരുന്നെങ്കിലും യഥാർത്ഥ അധികാരം കിരീടാവകാശിയായിരുന്ന അബ്ദുള്ളയിലേക്ക് ക്രമേണ കൈമാറി. അബ്ദുള്ളയുടെ സ്വാധീനം വർദ്ധിക്കുകയും പിന്നീട് ഫഹദിന് ശേഷം ഒരു തർക്കവുമില്ലാതെ അദ്ദേഹം അധികാരമേൽക്കുകയും ചെയ്തു. ഇത് സൗദ് കുടുംബത്തിനുള്ളിലെ രാജകീയ അധികാര കൈമാറ്റത്തിന്റെ ഒരു നല്ല സൂചനയായിരുന്നു. 2005 ഓഗസ്റ്റ് 1-നാണ് അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജാവ് അധികാരമേറ്റത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികളിലൊന്ന് 2005-ൽ ആരംഭിച്ച കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റി ആയിരുന്നു. രാജ്യത്തിന്റെ എണ്ണ സമ്പദ് വ്യവസ്ഥയിലുള്ള അമിത ആശ്രയത്വം കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന സംരംഭമായി വിഭാവനം ചെയ്ത KAEC
വിദേശ നിക്ഷേപം, സാങ്കേതികവിദ്യ, സ്വകാര്യ മേഖലയുടെ വളർച്ച എന്നിവയെ സംയോജിപ്പിക്കുന്ന ഒരു ആധുനിക വ്യവസായിക സാമ്പത്തിക കേന്ദ്രമായിരുന്നു. സ്ത്രീകൾക്കായി ചെറുതെങ്കിലും ശക്തമായ പരിഷ്കരണങ്ങൾ അബ്ദുള്ള രാജാവ് ആസൂത്രണം ചെയ്തിരുന്നു. 2009 സൗദി രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി അബ്ദുള്ള രാജാവ് നോറ ബിൻത് അബ്ദുള്ള അൽ ഫൈസിനെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി മന്ത്രിയായി നിയമിച്ചു. 2011 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനും മത്സരിക്കാനും അനുമതി നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം 2015 സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം ലഭിച്ചു. 2008 വിവിധ മതപാരമ്പര്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെ യഹൂദമതം, ക്രിസ്തുമതം, ഹിന്ദുമതം, ഇസ്ലാം എന്നിവയുൾപ്പെടെ ഒരുമിച്ചുകൂട്ടി സ്പെയിനിലെ മാഡ്രിഡിൽ ഒരു ചരിത്രപരമായ സമ്മേളനം അബ്ദുള്ള രാജാവ് വിളിച്ചുകൂട്ടി. പ്രതീകാത്മകമായിരുന്നെങ്കിലും വിഭാഗീയമായ ചർച്ചകൾക്കപ്പുറം നയതന്ത്രപരമായും മതപരമായും ലോകവുമായി ബന്ധപ്പെടാനുള്ള സൗദി അറേബ്യയുടെ ആഗ്രഹത്തെ ഇത് സൂചിപ്പിച്ചു. പ്രദേശത്തെ ഇറാനിയൻ സ്വാധീനത്തിന്റെ കടുത്ത എതിരാളിയായിരുന്ന അബ്ദുള്ള വിവിധ സംഘർഷങ്ങളിൽ, പ്രത്യേകിച്ച് അറബ് വസന്തത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ സുന്നി ഗവൺമെന്റുകളെയും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെയും പിന്തുണച്ചു. അൽ ഖ്വയ്ദയുടെയും മുസ്ലിം ബ്രദർഹുഡിന്റെയും നിത്യശത്രുവായിരുന്നു അബ്ദുള്ള രാജാവ്. അബ്ദുള്ള രാജാവ് 2015 ജനുവരി 23 90-ാം വയസ്സിൽ അന്തരിച്ചു. അർദ്ധസഹോദരനായ അബ്ദുള്ള രാജാവിന്റെ മരണത്തെ തുടർന്ന് 2015 ജനുവരിയിൽ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജാവ് അധികാരത്തിലേറി. 1935 ഡിസംബർ 31 ജനിച്ച സൽമാൻ രാജാവ് കിരീടാവകാശിയാകുന്നതിന് മുൻപ് തന്നെ പരിചയസമ്പന്നനായ ഒരു ഭരണകർത്താവായിരുന്നു. റിയാദ് പ്രവിശ്യയുടെ ഗവർണറായും പിന്നീട് പ്രതിരോധ മന്ത്രിയായും പതിറ്റാണ്ടുകൾ നീണ്ട അദ്ദേഹത്തിന്റെ സേവനം രാജപദവിയിലുള്ള ഉത്തരവാദിത്തങ്ങൾക്കായി അദ്ദേഹത്തെ സജ്ജമാക്കിയിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഭരണത്തെ വേർതിരിക്കുന്നത് കേവലം പാരമ്പര്യത്തിന്റെ തുടർച്ചയായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ സൗദി രാഷ്ട്രത്തിൽ വന്ന സമൂലമായ പരിവർത്തനമായിരുന്നു. പ്രത്യേകിച്ചും തന്റെ മകനും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാനെ അധികാരത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചതിലൂടെയായിരുന്നു അത്. 2017 ജൂണിൽ മരുമകനായ മുഹമ്മദ് ബിൻ നായിഫിനെ കിരീടാവകാശി, ആഭ്യന്തരമന്ത്രി എന്നീ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്താണ് സൽമാൻ രാജാവ് മകൻ മുഹമ്മദ് ബിൻ സൽമാനെ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചത്. ആധുനിക സൗദി ചരിത്രത്തിൽ ഇത് അഭൂതപൂർവമായൊരു നീക്കമായിരുന്നു. രാജകുടുംബത്തിലെ ഒരൊറ്റ തലമുറയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കാനുള്ള ശക്തമായ നീക്കം. മകനിലൂടെ വിഷൻ 2030 പ്രഖ്യാപിക്കുകയാണ് സൽമാൻ രാജാവ് ആദ്യം ചെയ്തത്. എണ്ണയിലുള്ള അമിത ആശ്രയത്വം നീക്കി സേവന മേഖലയിലും മാനുഫാക്ചറിംഗിലും ടൂറിസത്തിലുമടക്കം സൗദി അറേബ്യയെ ലോകരാജ്യങ്ങളുടെ മുൻനിരയിലെത്തിക്കുകയായിരുന്നു ലക്ഷ്യം. 2019 അരാംകോ IPO പ്രഖ്യാപിക്കപ്പെട്ടത് സൽമാൻ രാജാവിന്റെ നേതൃത്വത്തിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ IPOയിലൂടെ $100 ബില്യൺ അരാംകോ സമാഹരിച്ചത്. ചെങ്കടലിന് സമീപം ഒരു ഹൈടെക് ഹബ്ബും സാമ്പത്തിക മേഖലയും സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള $500 ബില്യൺ ഭാവി മെഗാസിറ്റി പദ്ധതിയായ നിയോം 2017 പ്രഖ്യാപിക്കപ്പെട്ടു. 35 വർഷത്തിനിടെ ആദ്യമായി സിനിമാ തിയേറ്ററുകൾ വീണ്ടും തുറന്നുകൊണ്ട് വിനോദ വ്യവസായം പുനരുജ്ജീവിപ്പിച്ചു. അന്താരാഷ്ട്ര കൺസേർട്ടുകളും ഷോകളും റിയാദിൽ അരങ്ങേറി. 2018 സ്ത്രീകൾക്ക് വാഹനമോടിക്കാനുള്ള വിലക്ക് നീക്കി. പൊതുസ്ഥലങ്ങളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കൂടുതൽ സ്വതന്ത്രമായി ഇടപഴകാൻ അനുവദിച്ചുകൊണ്ട് ലിംഗവിഭജന നിയമങ്ങളിൽ ഇളവ് വരുത്തി. മതപോലീസ് സേനയുടെ അധികാരം ദുർബലപ്പെടുത്തി. പൊതുജീവിതത്തിൽ മതസ്ഥാപനങ്ങളുടെ സ്വാധീനം കുറയ്ക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. 2017 സൗദി അറേബ്യ കൂടുതൽ തുറന്നതും സഹിഷ്ണുതയുള്ളതുമായ ഇസ്ലാമിലേക്ക് മടങ്ങുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മിതവാദി ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിച്ചു. ഈ മാറ്റങ്ങൾ പല സൗദികളും, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ യാഥാസ്ഥിതികതയിൽ മുങ്ങിപ്പോയ യുവതലമുറയും സ്വാഗതം ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിം ലോകത്ത് ആധുനികവൽക്കരണം നടത്തുന്ന ഒരു ശക്തിയായി രാജ്യത്തിന്റെ പ്രതിച്ഛായ മാറ്റാൻ ഇത് സഹായിച്ചു. ഈ പരിഷ്കരണ പ്രതിച്ഛായയോടൊപ്പം അധികാരത്തിന്റെ ശക്തമായ കേന്ദ്രീകരണവും എതിർശബ്ദങ്ങൾ അടിച്ചമർത്തലും നിർബാധം തുടർന്നു. 2017 റിറ്റ്സ് കാൾട്ടൺ ശുദ്ധീകരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മറവിൽ നൂറുകണക്കിന് രാജകുമാരന്മാരെയും മന്ത്രിമാരെയും വ്യവസായികളെയും റിയാദിലെ ഒരു ആഡംബര ഹോട്ടലിൽ തടങ്കലിൽ വെച്ചു. സാമ്പത്തിക ഒത്തുതീർപ്പുകൾക്കും രാജകുടുംബത്തോടുള്ള കൂറ് പ്രഖ്യാപനത്തിനും ശേഷമാണ് പലരെയും വിട്ടയച്ചത്. ഉന്നതരുടെ അഴിമതിയിൽ മടുത്ത സൗദികൾക്കിടയിൽ ഈ പ്രചാരണം ജനപ്രിയമായിരുന്നെങ്കിലും എതിരാളികളെ ഇല്ലാതാക്കാനും കിരീടാവകാശിയുടെ അധികാരം ഉറപ്പിക്കാനും ഇത് സഹായിച്ചു. 2018 ഒക്ടോബറിൽ മുഹമ്മദ് ബിൻ സൽമാന്റെ വിമർശകനും പ്രമുഖ സൗദി പത്രപ്രവർത്തകനുമായ ജമാൽ ഖഷോഗി ഇസ്താംബൂളിലെ സൗദി കോൺസുലേറ്റിനുള്ളിൽ വെച്ച് വധിക്കപ്പെട്ടു. രാജകുമാരന് ഇതിൽ നേരിട്ട് പങ്കില്ലെന്ന് സൗദി ഭരണകൂടം ലോകത്തോട് പറഞ്ഞു. തെളിവുകൾ അതിനെതിരായിരുന്നു. പ്രതിരോധ മന്ത്രിയായിരുന്ന മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ 2015 മാർച്ചിലാണ് യമൻ യുദ്ധം ആരംഭിക്കുന്നത്. ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തി വിമതരെ പരാജയപ്പെടുത്താനും അന്താരാഷ്ട്ര അംഗീകാരമുള്ള യമൻ സർക്കാരിനെ പുനഃസ്ഥാപിക്കാനും വേണ്ടിയായിരുന്നു ഈ നീക്കം. യുദ്ധം അതിവേഗം ഒരു മാനുഷിക ദുരന്തമായി മാറി. വ്യാപകമായ ക്ഷാമവും സാധാരണക്കാരുടെ മരണവും സൗദിയുടെ വ്യോമാക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനങ്ങളുമുണ്ടായി. ഈ യുദ്ധം രാജ്യത്തിന് സാമ്പത്തികമായും രാഷ്ട്രീയമായും ക്ഷീണം ചെയ്തു. സൗദി അറേബ്യയുടെ പ്രാദേശിക എതിരാളിയായ ഇറാനുമായുള്ള തർക്കങ്ങളും ഈ കാലയളവിൽ വർദ്ധിച്ചു. സിറിയ, ലെബനൻ, ബഹ്റൈൻ, യമൻ എന്നിവിടങ്ങളിൽ ഇരു രാജ്യങ്ങളും എതിർചേരികളെ പിന്തുണച്ചു. ഷിയ പുരോഹിതനായ നിമ്ർ അൽ നിമ്രിനെ സൗദി വധിച്ചതിനെ തുടർന്ന് ഇറാനിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായതോടെ 2016 നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചു. 2017 സൗദി അറേബ്യ അയൽരാജ്യമായ ഖത്തറിനെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഖത്തർ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ഇറാനുമായി അടുപ്പം പുലർത്തുന്നുവെന്നും ആരോപിച്ചായിരുന്നു ഇത്. UAE, ബഹ്റൈൻ, ഈജിപ്ത് എന്നിവരും ചേർന്നുള്ള ഈ ഉപരോധം 2021 അവസാനിച്ചു.
ശ്രമിച്ചു. പക്ഷേ ഗൾഫ് സഹകരണ കൗൺസിലിനുള്ളിലെ ആഭ്യന്തര വിള്ളലുകൾ ഇത് വെളിവാക്കി. 2023 ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയും ഇറാനും നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ സമ്മതിച്ചു. 2025 കണക്കനുസരിച്ച് സൗദ് കുടുംബം ലോകത്തിലെ ഏറ്റവും ശക്തവും സ്വാധീന ശക്തിയുള്ളതും സമ്പന്നവുമായ രാജകീയ കുടുംബമാണ്. ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപക രാജാവായ അബ്ദുൽ അസീസ് ഇബിൻ സൗദിന്റെ പിൻഗാമികളായ ഈ കുടുംബത്തിൽ 7,000 മുതൽ 15,000 വരെ അംഗങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിൽ നൂറുകണക്കിന് പേർക്ക് ഗണ്യമായ അധികാരമോ സ്വാധീനമോ സമ്പത്തോ ഉള്ള സ്ഥാനങ്ങളുണ്ട്. മന്ത്രാലയങ്ങൾ, പ്രവിശ്യകൾ, സൈനിക കമാൻഡുകൾ, ബിസിനസ് സംരംഭങ്ങൾ എന്നിവിടങ്ങളിൽ വിശ്വസ്തരായ കുടുംബാംഗങ്ങളെയാണ് സൗദ് കുടുംബം നിയമിക്കുക. നിയന്ത്രണത്തിന്റെ തുടർച്ച ഉറപ്പാക്കുകയും വിയോജിപ്പിനുള്ള സാധ്യത കുറയ്ക്കുകയുമാണ് ലക്ഷ്യം. സൗദ് കുടുംബത്തിനുള്ളിലെ ഒരു പ്രധാന അധികാര ഘടകമാണ് സുദൈരി സെവൻ. അബ്ദുൽ അസീസ് രാജാവിനും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ഹസ ബിൻ തഹമ്മദ് അൽ സുദൈരിക്കും ജനിച്ച 7 സഹോദരന്മാരുടെ കൂട്ടമാണിത്. ഫഹദ് രാജാവ്, നിലവിലെ പ്രതിരോധ മന്ത്രി സുൽത്താൻ രാജകുമാരൻ, ആഭ്യന്തരമന്ത്രി നൈഫ് രാജകുമാരൻ, നിലവിലെ രാജാവ് സൽമാൻ രാജകുമാരൻ, അഹമ്മദ് രാജകുമാരൻ, തുർക്കി രാജകുമാരൻ, അബ്ദുൾ റഹ്മാൻ രാജകുമാരൻ എന്നിവരാണ് സുദൈരി സെവനിലുള്ള 7 പേർ. സുദൈരി സഹോദരന്മാർ കുടുംബത്തിനുള്ളിൽ ശക്തമായ കൂട്ടുകെട്ട് നിലനിർത്തുകയും പതിറ്റാണ്ടുകളായി സൗദി ഭരണകൂടത്തിലെ പ്രധാന സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. സൽമാൻ രാജാവിന്റെ ഉയർച്ചയോടെ ഈ വിഭാഗത്തിന്റെ സ്വാധീനം പുതിയ ഉയരങ്ങളിലെത്തി. 2017 അദ്ദേഹത്തിന്റെ മകനായ മുഹമ്മദ് ബിൻ സൽമാൻ കിരീടാവകാശിയായി ഉയർത്തപ്പെട്ടതോടെ ഇത് ഉച്ചസ്ഥായിയിലാണ്. എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സമ്പദ് വ്യവസ്ഥ ആധുനികവൽക്കരിക്കുക, സൗദി സമൂഹത്തിന്റെ ചില പ്രദേശങ്ങൾ ഉദാരവൽക്കരിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള ഒരു അഭിലഷണീയമായ ദേശീയ പരിഷ്കരണ പദ്ധതിയായ വിഷൻ 2030 സൗദി അറേബ്യ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ എണ്ണ കമ്പനിയായ സൗദി അരാംകോയുടെ ഉടമസ്ഥതയിൽ നിന്ന് ലഭിക്കുന്ന വലിയ സമ്പത്ത് സൗദ് കുടുംബം നിയന്ത്രിക്കുന്നു. എണ്ണയ്ക്ക് പുറമെ ബാങ്കിംഗ്, കൺസ്ട്രക്ഷൻ മുതൽ ടൂറിസം, ടെലികമ്മ്യൂണിക്കേഷൻസ് വരെയുള്ള പ്രധാന ആഭ്യന്തര അന്താരാഷ്ട്ര ബിസിനസ്സുകളിൽ രാജകുടുംബാംഗങ്ങൾക്ക് ഗണ്യമായ ഓഹരികളുണ്ട്. രാജ്യത്തെ വലിയ പല കോർപ്പറേറ്റുകൾക്കും രാജകീയ രക്ഷാധികാരികളോ ഓഹരി ഉടമകളോ ഉണ്ട്. അൽ സൗദ് കുടുംബത്തിന്റെ സമ്പത്ത് പലപ്പോഴും രാജ്യത്തിന്റെ ട്രഷറിയുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ്. ഇത് പൊതുവിഭവങ്ങളും സ്വകാര്യ സ്വത്തുക്കളും തമ്മിലുള്ള അതിരുകൾ മായ്ച്ചു കളയുന്നു. കൊട്ടാരം പോലുള്ള വസതികൾ, ആഡംബര നൗകകൾ, വിദേശത്തുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപങ്ങൾ എന്നിവ ഒട്ടുമിക്ക രാജകുടുംബാംഗങ്ങൾക്കുമുണ്ട്. രാജകുടുംബത്തോടുള്ള പൊതുജനാഭിപ്രായം ചരിത്രപരമായി ആദരവ്, കൂറ്, ഭയം, നിശബ്ദ വിമർശനം എന്നിവയുടെ ഒരു മിശ്രണത്താൽ രൂപപ്പെട്ടതാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വിശുദ്ധമായ 2 സ്ഥലങ്ങളായ മക്കയുടെയും മദീനയുടെയും സംരക്ഷകരായും ഭരണസ്ഥിരത നൽകുന്നതിനാലും രാജവാഴ്ച വ്യാപകമായി ബഹുമാനിക്കപ്പെടുന്നുണ്ടെങ്കിലും കൂടുതൽ സുതാര്യത, ഉത്തരവാദിത്വം, പൗരപങ്കാളിത്തം എന്നിവയ്ക്കായി ഉറവിളികളുമുണ്ട്.